ദൈവനാമത്തിന് മഹത്വം. സിയോൻ ബൈബിൾ ക്വിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില ജനറൽ ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രദർ നോബി മാത്യു. ആദ്യത്തെ ചോദ്യം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ എങ്ങനെ നടക്കേണ്ടതാകുന്നു? ഉത്തരം, അവൻ നടന്നതുപോലെ, അതായത് യേശു നടന്നതുപോലെ. 1 യോഹന്നാൻ 2:6. അടുത്ത ചോദ്യം, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ എന്ത് മിണ്ടാതാക്കണം? ഉത്തരം, ഭോഷത്വം. 1 പത്രോസ് 2:15. അടുത്ത ചോദ്യം, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? ഉത്തരം, പ്രാഗൽഭ്യം. 1 യോഹന്നാൻ 3:21. അടുത്ത ചോദ്യം, ക്രിസ്തുവിൽ എന്തൊക്കെ നിക്ഷേപങ്ങൾ ഗുപ്തമായിട്ട് ഇരിക്കുന്നു? ഉത്തരം, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ. കൊലോസ്യ ലേഖനം 2:3. അടുത്ത ചോദ്യം, കോപിച്ചാൽ എന്ത് ചെയ്യരുത്? ഉത്തരം, പാപം. എഫേസ്യ ലേഖനം 4:26. അടുത്ത ചോദ്യം, ഇന്ദ്രിയ ജയത്തോട് കൂട്ടേണ്ടത് എന്താണ്? ഉത്തരം, സ്ഥിരത. 2 പത്രോസ് 1:6. അടുത്ത ചോദ്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ എന്താണ് ചെയ്യുന്നത്? ഉത്തരം, വഞ്ചിക്കുന്നു. 1 യോഹന്നാൻ 1:8. അടുത്ത ചോദ്യം, എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ട് പറഞ്ഞത് ആരോടാണ്? ഉത്തരം, അനുസരണം കെട്ടവരോട്. എബ്രായ ലേഖനം 3:18-19 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിനു മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ആരാണ്? ഉത്തരം, ഹാനോക്ക്. എബ്രായ ലേഖനം 11:5. അടുത്ത ചോദ്യം, ഇന്നോളം ഇരുട്ടിലിരിക്കുന്നവൻ ആരാണ്? ഉത്തരം, വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ. 1 യോഹന്നാൻ 2:9. അടുത്ത ചോദ്യം, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ എന്ത് ആവശ്യമാണ്? ഉത്തരം, സഹിഷ്ണുത. എബ്രായ ലേഖനം 10:36. അടുത്ത ചോദ്യം, യജമാനൻ ദാസന്മാരോട് എന്തൊക്കെ ആചരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം, നീതിയും ന്യായവും. കൊലോസ്യ ലേഖനം 4:1. അടുത്ത ചോദ്യം, ശുഷ്കാന്തി സംബന്ധിച്ച് പൗലോസ് ആരാണ്? ഉത്തരം, സഭയെ ഉപദ്രവിച്ചവൻ. ഫിലിപ്പ്യ ലേഖനം 3:6. അടുത്ത ചോദ്യം, ഭാര്യമാർ കർത്താവിനെന്ന പോലെ ആർക്ക് കീഴടങ്ങണം? ഉത്തരം, സ്വന്തം ഭർത്താക്കന്മാർക്ക്. എഫേസ്യ ലേഖനം 5:22. അടുത്ത ചോദ്യം, സർവ്വത അസത്യവാദികൾ ആരാണ്? ഉത്തരം, ക്രേത്തർ. തീത്തോസിൻ്റെ ലേഖനം 1:12. അടുത്ത ചോദ്യം, സകല മനുഷ്യർക്കും രക്ഷാകരമായി ഉദിച്ചത് എന്താണ്?
ഉത്തരം ദൈവകൃപ. തീത്തോസിൻ്റെ ലേഖനം 2:11. അടുത്ത ചോദ്യം, സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കാൻ പൗലോസ് പറയുന്നത് ആരോടാണ്? ഉത്തരം ക്രമം കെട്ട് നടക്കുന്നവരോട്. 2 തെസ്സലോനിക്കർ 3:11, 13 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരെയാണ് ധൈര്യപ്പെടുത്തേണ്ടത്? ഉത്തരം ഉൾക്കരുത്തില്ലാത്തവരെ. 1 തെസ്സലോനിക്കർ 5:14. അടുത്ത ചോദ്യം, ക്രിസ്തുവിൻ്റെ സുവിശേഷം മറഞ്ഞിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം നശിച്ചു പോകുന്നവർക്ക്. 2 കൊരിന്ത്യർ 4:3. അടുത്ത ചോദ്യം, ആത്മാഭിലാഷം വിരോധമായിരിക്കുന്നത് എന്തിനാണ്? ഉത്തരം ജഡത്തിന്. ഗലാത്യർ 5:17. ദൈവവചന പഠനത്തിനായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.